നെന്മാറയിൽ തമിഴ്നാട് ബസ് കടകൾ ഇടിച്ചു തകർത്തു. ഫോറസ്റ്റ് ഓഫീസിനു സമീപം രാത്രി 11:30-ഓടെയാണ് അപകടം. നെന്മാറ ഫോറസ്റ്റ് ഓഫീസിന് മുൻപിലെ 4 കടകളിലാണ് തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എക്സ്പ്രസ് ബസ് ഇടിച്ചു കയറിയത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. ഒരു ചായക്കട, മീൻകട, പച്ചക്കറിക്കട, പഴക്കട എന്നിവയാണ് തകർത്തത്. തട്ടുകടയിൽ സിലിണ്ടർ ഓഫാക്കാനായി എത്തിയ ഉടമയെ ഏറെ ശ്രമത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. വൈദ്യുതി കമ്പികൾ പൊട്ടിവീണത് അപകട ഭീഷണി ഉയർത്തി. രാത്രി വൈദ്യുതി ബോർഡ് ജീവനക്കാർ എത്തിയാണ് ലൈനുകൾ പുനഃസ്ഥാപിച്ചത്. രാവിലെ ബസ് നീക്കം ചെയ്ത് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. തൃശൂരിൽ നിന്ന് മധുരയിലേക്ക് പോകുന്ന ബസ്സായിരുന്നു അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. അവസാനത്തെ ട്രിപ്പായതിനാൽ ബസ്സിലെ യാത്രക്കാർ രാവിലെയാണ് യാത്ര പുനരാരംഭിച്ചത്. കടകൾക്കുണ്ടായ നഷ്ടത്തിന് നഷ്ടപരിഹാരം വേണമെന്ന് കടയുടമസ്ഥർ ആവശ്യപ്പെട്ടു. ബസ് സ്ഥിരമായിട്ട് ഓടുന്ന ബസ്സാണ്. അപ്പോൾ ഇത് എൻ്റെ ഡ്രൈവർ ഉറക്കത്തിൽപ്പെട്ടതാണ്. ആൾ വന്ന് ആളുടെ കൺട്രോൾ പോയി കടന്നുള്ളിലോട്ട് എത്തി കഴിഞ്ഞ് അപ്പുറത്തൊരു മീൻ സ്റ്റാളും അപ്പുറത്തൊരു ചായക്കട ഇതിനുള്ളിലോട്ട് കയറി നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കടയാണിത്. അതൊക്കെ എല്ലാം പൊളിഞ്ഞ് ആകെ പന്ത്രണ്ടായി കിടക്കുന്നുണ്ട്. നിങ്ങൾ വണ്ടി കൊണ്ട് ഓടി മാറിയാണോ? വണ്ടി കൊണ്ട് ഓടി മാറാൻ എനിക്ക് സൗകര്യമില്ലായിരുന്നു. ഓടി മാറാനൊന്നും പറ്റില്ല. ലാസ്റ്റ് KSEB വന്ന് വൈദ്യുതി വിച്ഛേദിച്ച ശേഷമാണ് ഞാൻ വെളിയിലോട്ട് ചാടിയത്. ഫോറസ്റ്റ് ഓഫീസിന്റെ മതിലും ഭാഗികമായി തകർന്നിട്ടുണ്ട്. സമീപത്തെ കേബിൾ പൊട്ടിയതു കാരണം UTV സംരക്ഷണവും ഭാഗികമായി തടസ്സപ്പെട്ടു. UTV ന്യൂസ്, പാലക്കാട്.